താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണ്. പ്രൈസർ ഫാമിലിയിൽ നിന്ന് വേദനയും അതുപോലെ ഭയപ്പാടും സമ്മാനിക്കുന്ന ഒരു ഓർമ്മ എന്താണോ? നിങ്ങളെ പുറത്താക്കിയ, തള്ളി പുറത്താക്കിയ, അല്ല വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിങ്ങൾ ഒരിക്കലും അർഹിക്കാത്തത് അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്യുവാൻ പാടില്ലാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത് നിങ്ങളെ പുറത്താക്കിയ ആ സ്ഥാനത്തേക്ക്, അവരുടെ മധ്യത്തിലേക്ക് തിരികെ പോകേണ്ടി വരേണ്ടുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഉള്ളം കാലിൽ നിന്ന് ഒരു തരിപ്പ. അയ്യോ, ഇനിയും അവിടേക്ക് ഞാൻ പോകേണ്ടി വന്നാൽ, സഹോദരി, അതല്ലേ, ആ വീട്ടിനകത്തേക്ക് ഇനിയും ഞാൻ പോകേണ്ടി വന്നാൽ എനിക്കറിയാം എന്നെ അവർ കൊല്ലും. പ്രാണൻ തന്നെ തിരിച്ചു കിട്ടിയ ഭാഗ്യം അതും കൂടെ ഇല്ലാതായിത്തീരും. അല്ലേ സഹോദര? അവരുടെ മധ്യത്തിലേക്ക് കടന്നു പോകേണ്ടി വന്നാൽ ജീവൻ മാത്രമേ തിരികെ തന്നുള്ളൂ. ഉള്ളതെല്ലാം എടുത്തു. അതങ്ങനെയല്ലേ? എല്ലാം എടുത്തിട്ടേ ഒഴിവാക്കത്തുള്ളൂ. അങ്ങനെ ഒഴിവാക്കിയവരാ. അവരുടെ മധ്യത്തിലേക്ക് പോയാൽ അവർ ബന്ധുക്കളാണ്, വേണ്ടപ്പെട്ടവരാണ്, അവരില്ലാത്തൊരു ജീവിതം. ഓക്കെ, പക്ഷേ പിന്നെയും അവിടേക്ക് പോയാൽ അവർ കൊന്നുകളയും. അത്രമാത്രം എന്നെ അവിടെ നിന്ന് പുറത്താക്കുവാൻ അവർ പദ്ധതികൾ ഒരുക്കി. അല്ലേ? അത്രമാത്രം നിന്നെ അവിടെ നിന്ന് പുറത്താക്കുവാൻ അവർ പദ്ധതികൾ ഒരുക്കി. പലതും പ്രവർത്തിച്ചു. ചെയ്യുവാൻ പാടില്ലാത്തതും പറയുവാൻ പാടില്ലാത്തതും നിന്നോട് പറഞ്ഞു. ആണേ, ആ ജോലി സ്ഥലത്ത് നിന്ന് ചുമ്മാതാണോ പുറത്തായേ? എന്തെല്ലാമാ പ്രാണസ്നേഹിതന്മാരായി, പ്രിയപ്പെട്ടവരായി ഒപ്പം നിന്നവർ തന്നെ ചെയ്തു കൂട്ടിയത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും. അവരുണ്ടാക്കിയ മുറിപ്പാടുകൾ ഇന്നും ഉണങ്ങാതെ ചോര വാർന്നുകൊണ്ടിരിക്കുന്ന മുറിവുകൾ, വ്രണങ്ങൾ നിന്റെ ജീവിതത്തിൽ സമ്മാനിച്ചിരിക്കുന്നു. വീണ്ടും തിരികെ പോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ അയ്യോ അയ്യ. വീണ്ടും ആ സ്കൂളിൽ, ആ കോളേജിൽ എല്ലാവരും ഒരുപോലെ, കൂട്ടുകാരും പഠിപ്പിക്കുന്നവരും ഒക്കെ ഒരുപോലെ ശത്രുക്കളായി. കുഞ്ഞെ, അല്ലേ? ആ സ്ഥലത്ത് നിന്റെ ഒരു നല്ല ഭാവി ഉണ്ടാകുമെന്ന് കരുതി കടന്നുപോയി. പക്ഷേ ഭാവി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഉള്ളതൊക്കെ നഷ്ടപ്പെടുകയും ചെയ്തു. ഇന്ന് വീട്ടിനകത്തിരിക്കുക, ഡിപ്രഷൻ അടിച്ച് പുറത്തു പറയുവാൻ കഴിയുന്നില്ല. ഒഴിവാക്കപ്പെടൽ, ഉപദ്രവിക്കപ്പെടൽ, കാരണം പലതായിരിക്കാം. അവിടേക്ക് തിരികെ പോകേണ്ടി വരുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ഭയമാണ്, ഒപ്പം വേദനയാണ്. നിങ്ങളെ ഒഴിവാക്കി കളഞ്ഞവരെ കുറിച്ച് ഓർക്കുമ്പോൾ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ സ്ഥാനങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ, അല്ലേ സഹോദര, ആ വീട് നിന്റെ സ്വന്തമായി കണ്ട് നിന്റെ അധ്വാന ഫലമൊക്കെ ചിലവഴിച്ച് നീ കൂടെ നിന്ന് വളർത്തി വലുതാക്കിയ നിന്റെ പ്രിയപ്പെട്ടവർ, നിന്റെ ജീവൻ തന്നെ പറിച്ചു കൊടുക്കുവാൻ തയ്യാറായ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ വേദനയാ, ഉള്ളം വിങ്ങുക. ഒരു ഭാരം കയറ്റി വെച്ചതുപോലെ കിടന്ന ഉറക്കം വരത്തില്ല. അല്ലേ സഹോദരി? നഷ്ടപ്പെട്ടു പോയ ആ ഭവനത്തെക്കുറിച്ച്, ആ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, ഭർത്താവിനെ കുറിച്ച്, ഭാര്യയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, അല്ലേ, മാതാവ് പിതാവ് ഓർക്കുമ്പോൾ ഒരു വേദനയാണ്. ആ തൊഴിൽ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ, അപ്പോൾ ഒരുപോലെ വേദനയും ഭയവും സമ്മാനിക്കുന്ന ഓർമ്മ. അങ്ങനെ ആ ഭയത്തോടെ, വേദനയോടെ പ്രൈസർ ഫാമിലിയിലേക്ക് ഒരു സഹോദരൻ ചില വർഷങ്ങൾക്ക് മുമ്പ് വിളിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞതാണ്, ദേവദാസനെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം, എൻ്റെ സന്തോഷവും എൻ്റെ അനുഗ്രഹവും എൻ്റെ നന്മയും എല്ലാം എൻ്റെ കുടുംബമെന്ന് ഞാൻ കരുതി. എൻ്റെ സഹോദരിമാർ, എൻ്റെ സഹോദരൻ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ബന്ധുക്കൾ, അത് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം. ആദ്യം ചെറിയൊരു ജോലി കിട്ടിയത് എനിക്കാണ്. ആ ജോലി ചെയ്ത് ഞാൻ എൻ്റെ സഹോദരിമാരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു, അവർക്ക് വിവാഹം നടത്തിക്കൊടുത്തു, ചെറിയൊരു ഭവനം വെച്ചു, സഹോദരന് വേണ്ടി പലതും ചെയ്തു. അങ്ങനെ ഒത്തിരി നാളുകൾ കഴിയുമ്പോൾ എന്നെ തന്നെ സന്തോഷപ്പെടുത്തിക്കൊണ്ട് എന്നെക്കാൾ എൻ്റെ സഹോദരിമാർ നല്ല നിലയിലെത്തി. എൻ്റെ സഹോദരൻ വളർന്നു. പെട്ടെന്ന് ആ ശബ്ദമൊന്ന് പതറി. ദേവദാസനെ, ഞാൻ സന്തോഷിച്ച ആ സന്തോഷം പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി. അവർ എന്നെക്കാൾ വലുതായപ്പോൾ ഞാൻ അവർക്ക് കൊള്ളാത്തവനായി തീർന്നു. നിങ്ങൾക്കറിയാമോ, എൻ്റെ ഭാര്യയുടെ ഫ്യൂച്ചർ പോലും എൻ്റെ സഹോദരിമാർക്കും സഹോദരനും വേണ്ടി ഞാൻ നഷ്ടപ്പെടുത്തി. നല്ല വിദ്യാഭ്യാസമുള്ള നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ ഒരു പെൺകൊച്ചിനെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. സഹോദരിമാരെ പോലെയല്ല, ഒരമ്മയെപ്പോലെ എൻ്റെ ഭാര്യ എൻ്റെ സഹോദരിമാരെ കണ്ടു. അവൾക്ക് വേണ്ടി അവളുടെ നല്ല കരിയർ, നല്ല ഫ്യൂച്ചർ അവൾ നഷ്ടപ്പെടുത്തി. തുടർന്ന്
ഞാൻ പറയാൻ പോകുന്നത്, ആ സഹോദരൻ എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് വേഗത്തിൽ ഊഹിക്കുവാൻ കഴിയും. അതെ, ആ ഭവനം ആ സഹോദരൻ അന്യമായി, ആ സഹോദരന് അന്യമായി. അവരുടെ ചില വാക്കുകൾ, ഒരു പാറക്കല്ലുകൊണ്ട് എൻ്റെ തലയടിച്ച് പൊട്ടിച്ചാൽ പോലും ദൈവദാസനെ എനിക്ക് അത്രമാത്രം വേദന വരത്തില്ലായിരുന്നു. അത്രമാത്രം കഠിനമായ വാക്കുകൾ എൻ്റെ സഹോദരിമാർ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഒന്നുമില്ലാത്തവരായി, എല്ലാം നഷ്ടപ്പെട്ടവരായി ഞങ്ങൾ ആ ഭവനത്തിൽ നിന്നിറങ്ങി. 2 പൊടി കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ ഭാര്യയുടെ വീട്ടിൽ ഒരു അഭയാർത്ഥിയെ പോലെ അപമാനിതനായി തലകുനിച്ച് ഞാനായിരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞു, സഹോദര, നിൻ്റെ ഭാര്യയുടെ ഭവനം അത് നിൻ്റെ ഭവനമായി തന്നെ കാണുക. നിൻ്റെ കഷ്ടതയിൽ ആരെങ്കിലും ഒപ്പം നിൽക്കുവാൻ കർത്താവ് കരുതിയിരിക്കും. അത് നിൻ്റെ ഭാര്യയുടെ വീട്ടുകാരാണെങ്കിൽ അത് നല്ലത്. അവരെ ദൈവം ഔവിധത്തിൽ കണ്ടതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവർക്കും ഒരു മകനെ ആവശ്യമുണ്ട്. കർത്താവ് അവർക്കൊരു മകനെ നൽകിയിരിക്കുന്നു. അതൊരു ആശ്വാസവാക്കായിട്ട് ആ സഹോദരൻ തോന്നി. ആ സഹോദരൻ പറഞ്ഞു, ഇനി പിടിച്ചു നിൽക്കാൻ വയ്യ ദൈവദാസനെ, എനിക്ക് വേദനയാണ്. എൻ്റെ സഹോദരങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ, എൻ്റെ ഭവനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, എൻ്റെ ഭാര്യയെ കാണുമ്പോൾ, അവളുടെ ഭാവി ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ. ആ സഹോദരിയും ഒപ്പം സംസാരിച്ചു, ദൈവദാസനെ, എൻ്റെ ഭാവി പെയ്തലൊന്നും എനിക്ക് സങ്കടമില്ല. എൻ്റെ ചേട്ടൻ്റെ ഈ സങ്കടം മാറിയാൽ മതി. എപ്പോഴും കരച്ചില്ല, എപ്പോഴും ഓർത്ത് പരിഭവം പറച്ചില്ല. മുറിക്കകത്ത് കയറി എൻ്റെ ചേട്ടൻ്റെ അടുത്ത് വരാൻ പോലും എനിക്ക് പേടിയാ. സങ്കടം പറയാൻ തുടങ്ങും, എൻ്റെ ചേട്ടൻ കരയാൻ തുടങ്ങും. അത് കാണാൻ പറ്റത്തില്ല. ആ സഹോദരിയുടെ വേദന, ആ സഹോദരി എന്നോട് സംസാരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ശിഷ്യന്മാർക്കൊപ്പമുള്ള ഒരു യാത്രയിലേക്ക് എന്നെ കൊണ്ടുപോയി. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ തുടർന്ന് ആ ഭാഗങ്ങളെ എനിക്ക് കാണുവാൻ കഴിഞ്ഞു. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം, ആ മുഴുവൻ അധ്യായത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സംഭവങ്ങളിലൂടെയാണ് ആ സഹോദരൻ്റെ ജീവിതത്തെ മാറ്റിയതും നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ പോകുന്നതുമായ ദൈവത്തിൻ്റെ ആലോചനകളുള്ളത്. ഈ മെസ്സേജിന് ശേഷം ആ അധ്യായം നിങ്ങൾ ഒരിക്കൽ കൂടി വായിച്ചു നോക്കുക. നിങ്ങൾക്ക് എത്ര അത് കാണാപ്പാഠമാണെങ്കിലും ഒരിക്കൽ കൂടിയെങ്കിലും നിങ്ങളത് വായിച്ചു നോക്കുക. 11-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഇவ்விധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ദിദിമോസ് എന്നു പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാ എന്ന് പറഞ്ഞു. ഒരു ശിഷ്യൻ്റെ വേദന നിറഞ്ഞ വാക്കുകൾ, അവനോടുകൂടെ മരിക്കേണ്ടതിന് ഞാനും പോകാ എന്ന് പറഞ്ഞു. ഭയന്ന അവൻ്റെ വാക്കുകൾ. എന്തുകൊണ്ടാണ് ആ ഭയം തൻ്റെ ജീവിതത്തിലുണ്ടായത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ പല സ്ഥലങ്ങളിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിനെ നേരിടേണ്ടി വന്നതുപോലെ ഒരു അനുഭവം ബഥാന്യയിൽ നിന്നും നേരിടേണ്ടി വന്നതായി വേദപുസ്തക ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ കല്ലെറിഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിനെ കൊല്ലുവാൻ തക്കവണ്ണം അവർ തുരത്തി. അവിധത്തിൽ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ നോക്കിയവരുടെ മധ്യത്തിലേക്ക് എവിടെ നിന്നാണോ കർത്താവായ യേശു ക്രിസ്തുവിനെ ഓടിച്ചത്, എവിടെ നിന്നാണോ കൂർത്തുമൂർത്ത കല്ലുകൾ കർത്താവായ യേശു ക്രിസ്തുവിനും ഒപ്പമുള്ള ശിഷ്യന്മാർക്കും നേരെ ചീറി വന്നത്, അവിടേക്ക് ഒരു മടങ്ങിപ്പോക്ക്. ഭയമാണ്. നിങ്ങൾക്ക് വേദനയാണ്, ആ സഹോദരൻ അത് വേദനയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് ഭയമാണ്. ഞാൻ ആ സഹോദരനോട് ഈ ഭാഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് തന്ന ആലോചനകളെ പങ്കുവയ്ക്കുവാനായി തുടങ്ങി. അതേ, ആ ശിഷ്യന്മാർ കല്ലെറി കൊള്ളുവാനായി കടന്നുപോയി. നോക്കൂ, അതേ അധ്യായം 11-ാം അധ്യായം 45-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആരാണോ കല്ലെറിയുവാനായി കാത്തു നിന്നത്, അവർ മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. കല്ലെറിയുവാൻ വന്നവരുടെ മധ്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഒപ്പമുള്ള ശിഷ്യന്മാരെ അഭിമാനത്തോടെ തല നിവർത്തി നിർത്തുമാറാക്കി. കേൾക്കണമേ, ആരാണോ എവിടെ നിന്നാണോ ഒരിക്കൽ അവരെ കല്ലെറിഞ്ഞ് ഓടിച്ചത്, അവിടെ തന്നെ അവരെ തല നിവർത്തി നിർത്തുമാറാക്കുന്ന ഒരു അത്ഭുതം പ്രവർത്തിച്ച കർത്താവ് ആ സഹോദരനോട് പറഞ്ഞത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ കല്ലെറിഞ്ഞ് ഓടിച്ചിടത്ത് തല നിവർത്തി നിൽക്കുവാൻ തക്കവണ്ണം
നിങ്ങളിലൂടെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം. യെസ്, യേശുവിൻ നാമത്തിൽ. അതുവരെ ആരും കണ്ടിട്ടില്ലാത്തത്, മരിച്ചു 4 നാളായി നാറ്റം വെച്ചു കല്ലറയ്ക്കകത്തായി പോയ ഒരുത്തൻ തിരികെ വന്നു അത്ഭുതത്തിന്റെ അടയാളമായി അവരുടെ മുമ്പിൽ നിന്നു എങ്കിൽ, അതെ, ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്തത് സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ ഇതുവരെ അല്ല, നിങ്ങളുടെ ജീവിതത്തിൽ എന്നല്ല, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ആരും കണ്ടിട്ടില്ലാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത് നിങ്ങളെ നിലനിർത്തുന്ന, തല നിവർത്തി നിലനിർത്തുന്ന ഒരു ദൈവം എവിടെയാണോ, എവിടെ നിന്നാണോ നിങ്ങളെ ഓടിക്കുവാൻ ശത്രുവിനാൽ പിടിക്കപ്പെട്ട മനുഷ്യരും പദ്ധതി ഒരുക്കിയത്, അവിടെ നിങ്ങളുടെ തല നിവർത്തി നിർത്തുന്ന ഒരു ദൈവം. ഓ താങ്ക് ഗോഡ്. ആ ജോലി സ്ഥലത്ത് സഹോദര, നീ തല നിവർത്തി നിൽക്കുവാൻ പോകുക. നിന്നെ ഓടിച്ച, സ്തോത്രം, നിന്നെ ഓടിച്ച, നിന്നെ ഒഴിവാക്കിയ, നിന്നെ വേണ്ട എന്ന് പറഞ്ഞു തള്ളിക്കളഞ്ഞ, വെറുതെ തള്ളിക്കളഞ്ഞതല്ല, നിനക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് നിന്റെ കഴിവും കഠിനാധ്വാനവും കാര്യപ്രാപ്തിയും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് നിന്നെ അപമാനിച്ചിറക്കി വിട്ട ആ സ്ഥാനത്ത് തല നിവർത്തി നിൽക്കുവാൻ തക്കവണ്ണം നിന്നിലൂടെ എൻ്റെ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുക. യേശുവിൻ നാമത്തിൽ ഒരത്ഭുതമാക്കി നിന്നെ എൻ്റെ കർത്താവ് അവിടെ നിർത്തും. നോക്കൂ, കല്ലറയ്ക്കകത്ത് നിന്ന് വരുന്ന ലാസർ, അതൊരു അത്ഭുതമാണ്. അതിലും വലിയ അത്ഭുതം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ സന്തോഷത്തോടെ പറയും, ഈ ശിഷ്യന്മാരുടെ നിപ്പൊരു അത്ഭുതമാണ്. ശിഷ്യന്മാരുടെ മനസ്സിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും? ലാസർ വരുന്നതൊക്കെ ഓക്കെ, പക്ഷെ ശിഷ്യന്മാർ ചിന്തിക്കുന്നതായിരിക്കും, ഇപ്പോഴൊന്ന് കല്ലടടാ. ഓ യെസ്, യേശുവിൻ നാമത്തിൽ. ഓ സ്തോത്രം. നീ അത് ചോദിക്കുവാൻ പോകുക. നിന്നെ ഒഴിവാക്കിയവരുടെ മധ്യത്തിൽ നിവർന്ന് നിന്ന് നീ അത് ചോദിക്കുവാൻ പോകുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നീ അഭിമാനത്തോടെ തല നിവർത്തി നിൽക്കുവാൻ പോകുക. സ്തോത്രം. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. ആ സഹോദരനോട് ഞാൻ സംസാരിച്ചു, വചനത്തിലൂടെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സഹോദരനോട് ഇടപെട്ടു. സഹോദരനും സഹോദരിയും സന്തോഷത്തോടെ ഫോൺ വെച്ചു പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. കേൾക്കണമേ, കൊറോണ സമയം വന്നപ്പോൾ ചില നിയമങ്ങൾ കാറ്റിൽ പറക്കുകയുണ്ടായി. ചില പ്രതിസന്ധികൾ ലോകം മുഴുവൻ എല്ലാവരെയും കഷ്ടത്തിലും പ്രതിസന്ധിയിലും വെല്ലുവിളിയിലും ആക്കുന്ന ചില പ്രതിസന്ധികളെ ദൈവം തൻ്റെ ഭക്തന് അനുഗ്രഹമാക്കി നന്മയാക്കി മാറ്റും. അതേ, ഒരിക്കൽ കൂടി പറയട്ടെ, ലോകം മുഴുവൻ ആയിത്തീരുന്ന ചില പ്രശ്നങ്ങളെ നിങ്ങൾ ഭയപ്പാടോടെ നോക്കുന്ന, അയ്യോ 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 ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ നോക്കുന്ന പ്രശ്നങ്ങളെ നിങ്ങളെന്ന തൻ്റെ ഭക്തന് അനുകൂലമാക്കി അനുഗ്രഹമാക്കി ദൈവം മാറ്റും. നോക്കൂ, കൊറോണയിൽ എന്ത് അനുഗ്രഹമാണ് ആ സഹോദരിക്ക് ഉണ്ടായതെന്നോ. നീണ്ട വർഷങ്ങളുടെ ഗ്യാപ്പ് BSc നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ ആ സഹോദരിയുടെ ജീവിതത്തിലുണ്ടായി. എന്നെ കേൾക്കുന്ന നേഴ്സ് സഹോദരിമാർക്കും സഹോദരന്മാർക്കും കാര്യം മനസ്സിലായി. പിന്നെ നല്ലൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടത്തില്ല, ഗ്യാപ്പ് വന്നാൽ പാടാ. അങ്ങനെ ഭയന്ന് ഭാരപ്പെട്ടായിരിക്കുന്ന ചില സഹോദരിമാർ എന്നെ കേൾക്കുന്നുണ്ട്. മക്കളുടെ പിറപ്പ്, വീട്ടിലെ കാര്യങ്ങൾ, ഭർത്താവിൻ്റെ കുടുംബം, ഇങ്ങനെ പലതും നോക്കി നിങ്ങളുടെ കരിയർ നശിച്ചു, നിങ്ങളുടെ ഭാവി നശിച്ചു, വിഷമിച്ചായിരിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകും. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ. എവിടെ നിങ്ങൾക്ക് കടന്നു ചെല്ലുവാൻ കഴിയത്തില്ല, ഏത് നന്മ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയത്തില്ല എന്ന് ശത്രുവായവൻ പറഞ്ഞു, അവിടേക്ക് കർത്താവ് നിങ്ങൾ അയക്കുവാൻ പോകുക. ഓ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആമേൻ ആമേൻ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സഹോദരി സഹോദര, അവിടേക്ക്, ആ രാജ്യത്തിലേക്ക്, ആ വാഗ്ദത്തത്തിലേക്ക് കർത്താവ് നിന്നെ അയക്കുവാൻ പോകുക. നീ അവിടെ ആയിരിക്കുക, വിസിറ്റിംഗ് വിസയുമായി ജോലി അന്വേഷിച്ച്. യെസ്, നിന്നോട് തന്നെ. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. അപ്പോൾ കൊറോണ വന്നപ്പോൾ സ്ഥാപനങ്ങളിൽ നേഴ്സുമാരുടെ കുറവായി. ആ സഹോദരിക്ക് ജോലി കിട്ടി, എമർജൻസി കെയർ കൊറോണ വാർഡിൽ. ആ സഹോദരി പറഞ്ഞു, ദേവദാസനെ ഞാൻ പോവും, ഇതെനിക്ക് കർത്താവ് തന്നത്, അവിടെ കർത്താവിനെ പരിപാലിക്കും. അങ്ങനെ ആ സഹോദരി അവിടെ ജോലിക്ക് പോയി. 6 മാസത്തെ ജോലിയാണ് അവിടെ ആ സഹോദരിക്ക് കിട്ടിയത്. 1 വർഷം ആ സഹോദരിക്ക് അവിടെ ജോലി ചെയ്യുവാൻ കഴിഞ്ഞു. അടുത്ത് നാട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് ആ സഹോദരി മറ്റൊരു രാജ്യത്തിലേക്ക്, ഒരു യൂറോപ്യൻ കൺട്രിയിലേക്ക് കടന്നുപോയി. ഒപ്പം സഹോദരനും കടന്നുപോയി. ഇന്ന് 2 കുഞ്ഞുങ്ങളും സഹോദരനും സഹോദരിയും അവിടെ ജീവിക്കുന്നു. അതൊരു വലിയ കാര്യമായി എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും തോന്നാം. എന്നാൽ അതല്ല വലിയ കാര്യം. ആ സഹോദരനെ രാത്രിയിൽ കിടന്ന ഉറക്കം വരാത്ത കാര്യം എന്തെന്നറിയാമോ? അയ്യോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, എൻ്റെ സഹോദരൻ, എൻ്റെ കുടുംബം, എൻ്റെ വീട്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് പോയി, നഷ്ടപ്പെട്ടു. ആ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന രാത്രികൾക്ക് കർത്താവ് പകരം നൽകി.
നിന്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നവൻ മാത്രമല്ല എൻ്റെ ദൈവം, നിന്റെ ഇന്നലകളിലെ രാത്രികൾക്ക് കരഞ്ഞു തീർത്ത രാത്രികൾക്ക് എൻ്റെ ദൈവം പ്രതികാരം ചെയ്യും. ഓഫ് താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആമേൻ. താങ്ക് യു ലോർഡ്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. സ്തോത്രം. ആ സഹോദരൻ ആ യൂറോപ്യൻ കൺട്രിയിലെത്തി. ആ സഹോദരിയുടെ മകളുടെ വിവാഹപ്രായം എത്തിച്ചേർന്നു. നല്ലൊരു വിവാഹം വന്നപ്പോൾ ആ സഹോദരിയും തൻ്റെ ഭർത്താവും ഇവരെ ഓടിച്ചു വിട്ടില്ലേ? വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് കല്ലെറിഞ്ഞ അവർ അവർ കൊടുത്തൊരു ഉറപ്പുണ്ട്. കല്യാണം കഴിക്കുവാൻ പോകുന്ന ചെറുക്കൻ എന്തെന്നറിയാമോ? അവളുടെ വലിയ പപ്പായും അമ്മായും ഇന്ന രാജ്യത്താണ്. വിവാഹം കഴിഞ്ഞ ഉടനെ അവൾക്ക് അവിടെ ഒരു ജോലി അവർ വാങ്ങിച്ചു കൊടുക്കും. നിങ്ങളുടെ മോനും അവിടെ ജോലി കിട്ടും. അതുകൊണ്ട് നിങ്ങൾ മറ്റൊന്നും പേടിക്കണ്ട, നമുക്ക് ഈ വിവാഹം നടത്താം. തീർന്നില്ല. ആ സഹോദരൻ്റെ കെയർ ഓഫിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു വിവാഹം. പ്രിയരെ, കഴിഞ്ഞ മാസം ആ സഹോദരൻ കുടുംബമായി നീണ്ട വർഷങ്ങൾക്ക് ശേഷം തന്നെ ഇറക്കിവിട്ട ആ ഭവനത്തിൽ കടന്നു വന്നു. ആ കൊച്ചിൻ്റെ മാതാപിതാക്കളെക്കാൾ പ്രധാന സ്ഥാനത്ത് ആ വിവാഹ വീട്ടിൽ നിന്നു. അഭിമാനത്തോടെ തല നിവർത്തി നിന്നു. ആ സഹോദരൻ വിളിച്ച് കരഞ്ഞ് 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 ദൈവത്തെ സ്തുതിച്ച് പറഞ്ഞ വാക്കുകൾക്കൊരു അറുതിയില്ല. ആ വാക്കുകൾ ഇപ്പോഴും എൻ്റെ ചെവികളിൽ മുഴങ്ങുന്നു. നിങ്ങളിൽ നിന്ന് ആ വാക്കുകൾ പുറത്തു വരുവാൻ പോകുന്നു. എൻ്റെ ദൈവം എത്ര വലിയവനാ! എൻ്റെ ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ചെയ്യുന്നത് ലോകത്ത് ആർക്കും ഒരുത്തനും ചെയ്യുവാൻ കഴിയത്തില്ല. ഒരുത്തനിൽ നിന്ന് ആർക്കും പ്രാപിക്കുവാനും കഴിയത്തില്ല. നിങ്ങൾക്കൊരു ദൈവമുണ്ട്. എവിടെ നിന്നാണോ നിങ്ങളെ കല്ലെറിഞ്ഞ് ഓടിക്കുന്നത് അവിടെ തന്നെ തിരികെ വരുത്തി നിങ്ങളെ അഭിമാനത്തോടെ തല നിവർത്തി നിർത്തുമാറാക്കുന്ന ഒരു ദൈവം. സഹോദരി, ഏത് വീട്ടിൽ നിന്നാണോ നിന്നെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കുത്തി നോവിച്ച് ഓടിച്ചു വിട്ടത്, ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത് ഭാഗ്യമെന്ന് പറഞ്ഞ് നീ ആയിരിക്കുന്ന സ്ഥാനത്ത് കേൾക്ക്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ, അവിടേക്ക് നിന്നെ ഓടിച്ചു വിട്ടയിടത്തേക്ക് വേദനയോടും സങ്കടത്തോടും നീ ഓർക്കുന്ന നിന്റെ ഭവനത്തിലേക്ക്, അത് നിന്റെ ഭർത്താവിൻ്റെ അല്ല, നിന്റെ ഭവനം, അവിടേക്ക് കർത്താവ് നിന്നെ മടക്കി വരുത്തുവാൻ പോകുക. ഓ സ്തോത്രം. നിന്നെ മടക്കി വരുത്തി ഒരത്ഭുതമാക്കി. ആമേൻ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഒരത്ഭുതമാക്കി എൻ്റെ കർത്താവ് നിന്നെ നിർത്തും. സഹോദര, നിന്റെ ഭാര്യയുടെ അടുക്കലേക്ക് മടക്കി വരുത്തി. ഓ താങ്ക് ഗോഡ്. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഒരത്ഭുതമാക്കി. പലരും പറയുന്നുണ്ട്, കാണാം, ഇതൊന്ന് ഒരുമിച്ച് പോകുന്നത് കാണാം, ഇനി നടക്കത്തില്ല. സഹോദര, നിന്നോടാ പലരും പറയുന്നുണ്ട്, ഇനി അത് വിട്ടുകളയടാ, അത് പോട്ടെ. പക്ഷെ നിനക്ക് വിട്ടുകളയാൻ പറ്റുന്നില്ലല്ലോ. സ്തോത്രം. യേശുവിൻ നാമത്തിൽ നിന്നെ സന്തോഷത്തോടെ കർത്താവ് നിർത്തുവാൻ പോകുക. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സഹോദര, സഹോദരി, നിന്റെ നല്ല സമയം, നിന്റെ അധ്വാനം, നിന്റെ പരിചരണം, നിന്റെ കെയറിങ്, നിന്റെ വാത്സല്യം, നിന്റെ സ്നേഹം എല്ലാം കവർന്നെടുത്ത് ഒരു ചണ്ടി പോലെ നിന്നെ വലിച്ചെറിഞ്ഞ് കളഞ്ഞ ആ സ്ഥാനത്തേക്ക് സഹോദര നീ തിരികെ വരുവാൻ പോകുക. നിന്നെ നഷ്ടപ്പെട്ടവനാക്കി മാറ്റിയ, നിന്നെ ഒന്നുമില്ലാത്തവനാക്കി മാറ്റിയ, നിന്നെ കരയുന്നവനാക്കി മാറ്റിയ ആ സ്ഥാനത്തേക്ക് എൻ്റെ കർത്താവ് നിന്നെ തിരികെ കൊണ്ടുവരുവാൻ പോകുക. ആ സഹോദരൻ്റെ സാക്ഷ്യത്തെ കാലുവരി സന്തോഷത്തോടെ എനിക്ക് പറയുവാൻ കഴിയും. ഓടിക്കുവാൻ നോക്കി ഇന്നും കല്ലെറിയുവാൻ അവസരം കിട്ടിയാൽ കാത്തു നിൽക്കുന്നവരുടെ മധ്യത്തിൽ എന്നെ നിലനിർത്തി മാനിച്ചിരിക്കുന്ന ഒരു ദൈവം. ആമേൻ. ആ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. മടക്കി വരുത്തും. നഷ്ടപ്പെട്ടവനായി നീ തലകുനിച്ച് പിൻവാങ്ങിയ അതേ സ്ഥാനത്ത് എൻ്റെ കർത്താവ് നിന്നെ മടക്കി വരുത്തും. എവിടെ നിന്നാണോ കല്ല് ചീറിപ്പാഞ്ഞു വന്നത്, എവിടെ നിന്നാണോ അവർ ആട്ടി ഓടിക്കപ്പെട്ടത്, അവിടെ തന്നെ അഭിമാനത്തോടെ തല നിവർത്തി നിൽക്കുവാൻ തക്കവണ്ണം ശിഷ്യന്മാരെയും കൂട്ടി യേശു മടങ്ങി വന്നുവെങ്കിൽ അതേ യേശു നിന്നെയും കൂട്ടി. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ കർത്താവ് അമേൻ അമേൻ നിന്നെയും കൂട്ടി ആ സ്ഥാനത്തേക്ക് വരുവാൻ പോകുക. നീ ഒറ്റയ്ക്കല്ല. പേടിയതാ, അയ്യോ ദൈവദാസനെ അവിടേക്ക് പോയി കയറിയാ പറയണ്ട, നീ ഒറ്റയ്ക്കല്ല. യേശുവുണ്ട്, യേശുവുണ്ട്, യേശുവുണ്ട്. ഭയന്ന് വിറച്ചായിരിക്കുന്ന ആ ഭയത്തിന് അറുതി വരുത്തി സന്തോഷത്തോടെ തല നിവർത്തി നിന്നെ നിർത്തുവാൻ തക്കവണ്ണം യേശു കൂടെയുണ്ട്. മാതാവേ, പിതാവേ, യേശു നിങ്ങളോട് കൂടെയുണ്ട്. അവരെ തിരികെ സ്തോത്രം പകുതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ആ പട്ടണത്തിലേക്ക് കർത്താവ് പ്ലേസ് ചെയ്യിപ്പിക്കുക. ആ സ്കൂളിൽ പോകുവാൻ, കോളേജിൽ പോകുവാൻ അവർക്ക് പേടിയാണ്, അവർക്ക് ഭയമാണ്. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാൻ അവർക്ക് ഭയമാണ്. എന്തെന്നറിയത്തില്ല, പക്ഷെ ഭയമാണ്. എവിടെ നിന്നോ കുർത്തുമുർത്ത
കറുത്ത കല്ലുകൾ അവർക്ക് നേരെ കടന്നു വന്നു. ആ വേദന അവർക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല. അവർ ഭയപ്പെടുന്നുണ്ട്. നിന്റെ തലമുറ ചിലതിനെ ഭയപ്പെടുന്നുണ്ട്, ചിലരുടെ വാക്കുകളെ ഭയപ്പെടുന്നുണ്ട്, ചില കൂട്ടുകെട്ടുകളെ ഭയപ്പെടുന്നുണ്ട്. എന്നാൽ കേൾക്ക്, അവനെ ഭയപ്പെടുത്തി ഓടിച്ച സ്ഥാനത്തേക്ക് അവനെ കൈപിടിച്ച് കൊണ്ടുചെന്ന് നിർത്തുവാൻ തക്കവണ്ണം യേശു വരുന്നുണ്ട്. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അവനെ കൈപിടിച്ച് കൊണ്ടുചെന്ന് പിന്നെയും ആ സ്കൂളിൽ, ആ കോളേജിൽ എൻ്റെ കർത്താവ് നിർത്തുകയാ. ആ സ്ഥാപനത്തിൽ എൻ്റെ കർത്താവ് കൊണ്ടുചെന്ന് നിർത്തുകയാ. സ്തോത്രം. ആ മുറിക്കകത്ത് ഒതുങ്ങിക്കൂടുവാൻ തക്കവണ്ണം നിന്റെ തലമുറയുടെ ജീവിതത്തിൽ ഏൽപ്പിക്കപ്പെട്ട ചില മുറിപ്പാടുകൾ കാരണമായി തീർന്ന ചില കല്ലുകൾ, ആ കല്ലുകളിൽ ഇരുന്ന ചില കൈകൾ അവനെ അത് ഭയപ്പെടുത്തുന്നുണ്ട്. ഡിപ്രഷൻ എന്ന ഓമനെ പേര് വിളിച്ച് ലോകം അതിനെ പറയുമ്പോൾ അവൻ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അവൻ്റെ കണ്ണുകളിൽ ആ ഭയം നീ കാണുന്നുണ്ട്, അവളുടെ കണ്ണുകളിൽ ആ ഭയം നീ കാണുന്നുണ്ട്. അതേ കേൾക്ക്, ആ തലമുറയെ കരം പിടിച്ച് എൻ്റെ കർത്താവ് ആ സ്ഥാനങ്ങളിൽ കൊണ്ടുപോയി ഓ താങ്ക് ഗോഡ്. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക സഹോദരി. നിന്നോടാ, നിന്റെ തലമുറയെ, അതേന്നെ നിന്റെ മകളെ, നിന്റെ മകനെ ആ സ്ഥാനത്ത് പിന്നെയും എൻ്റെ കർത്താവ് കരം പിടിച്ചു കൊണ്ടുപോയി നിർത്തുവാൻ പോകുക. ആ സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടാത്തത് കൊണ്ട്, ആ കോഴ്സിന് അഡ്മിഷൻ കിട്ടാത്തത് കൊണ്ട് സങ്കടപ്പെട്ട് നിന്റെ തലമുറയും നീയും സങ്കടപ്പെട്ടായിരിക്കുന്നുവോ? കേൾക്ക്, യേശു കരം പിടിച്ച് അവിടെ കൊണ്ടുപോയി നിർത്തുവാൻ പോകുക. എവിടെ നിന്നാണോ മാർക്ക് കുറവെന്ന് പറഞ്ഞ്, എവിടെ നിന്നാണോ നിന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ്, എവിടെ നിന്നാണോ നിന്റെ ക്വാളിഫിക്കേഷൻ പോരാ എന്ന് പറഞ്ഞ് നിന്നെ ഒഴിവാക്കി കളഞ്ഞത്, അവിടേക്ക് യേശു നിന്നെ കരം പിടിച്ചു കൊണ്ടുപോയി നിന്നെ അഭിമാനത്തോടെ തല നിവർത്തി നിർത്തുവാൻ പോകുക. അതിന് തക്കവണ്ണമുള്ള ഒരു അത്ഭുതം. കല്ലറകളെ തുറക്കണമെങ്കിൽ കർത്താവ് തുറക്കും. നീ തല നിവർത്തി നിൽക്കുവാൻ വേണ്ടി എൻ്റെ കർത്താവ് എന്തും പ്രവർത്തിക്കും. അവൻ കല്ലറകളെ തുറക്കും. ഓ ആമേൻ. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ലാസർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രിയ സ്നേഹിതനാണ്. പ്രിയരെ, നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിന് ഉപരിയായി യേശു അങ്ങനെ ആരുടെ കഷ്ടം കണ്ട് മിണ്ടാതിരിക്കുന്നവരല്ല. അയ്യോ അവൻ പനി വന്ന് കുറച്ചുകൂടെ വിറച്ച് വേദനിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു പാരസെറ്റമോൾ പോലും കൊടുക്കാതെ, ഒരു ട്രിപ്പ് പോലും വിടാതെ പോകുന്ന ഒരു ഡോക്ടറെ പോലെയാണോ നമ്മുടെ യേശു? അല്ല. അവൻ വേദനപ്പെടുമ്പോൾ യേശുവിൻ്റെ ഉള്ളിൽ മറ്റൊത്തിരി വേദനകൾ, ഒത്തിരി വേദനപ്പെട്ട വ്യക്തികൾ അവൻ്റെ ഉള്ളിൽ കടന്നു വന്നു. ആരാണ്? അവൻ്റെ പ്രിയ ശിഷ്യന്മാർ. അവർ അപമാനിക്കപ്പെട്ട സ്ഥാനം, അവർ കല്ലെറിയപ്പെട്ട സ്ഥാനം, അവർ ഒഴിവാക്കപ്പെട്ട സ്ഥാനം, അവിടെ അവർ തലനിവർത്തി നിൽക്കണം. അതിനുവേണ്ടി അല്പനേരത്തേക്ക് ലാസറിൻ്റെ വേദന യേശു കണ്ടില്ല എന്ന് നടിച്ചു. നിങ്ങളുടെ വേദന യേശു കണ്ടില്ല എന്ന് ചിന്തിച്ച് നിങ്ങൾ ഭാരപ്പെട്ടായിരിക്കുന്നുവോ? നിങ്ങളുടെ ചില വേദനകളായി തന്നെ അവശേഷിക്കുന്നു. യേശു പോലും അത് കണ്ടില്ലല്ലോ എന്ന് ചിന്തിച്ച് ഭാരത്തോടെ ആയിരിക്കുന്നുവോ? കേൾക്ക്, ചിലരുടെ ഒഴിവാക്കലുകൾക്കും, ചിലർ അനുഭവിച്ച ഉപദ്രവങ്ങൾക്കും ചിലരെ കൊണ്ട് നിർത്തി എൻ്റെ കർത്താവിന് മറുപടി പറയേണ്ടതുണ്ട്. യെസ്, ചിലരെ കൊണ്ട് നിർത്തേണ്ടതുണ്ട്. നിന്റെ ദേശത്തിൽ നിന്ന് ഓടിക്കപ്പെട്ട ദൈവദാസന്മാരെ കൊണ്ടുവന്ന് നിർത്തേണ്ടതുണ്ട്. യെസ്, യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കറിയത്തില്ല പ്രിയരെ, ചിലരൊക്കെ നിവർന്ന് അന്തസ്സോടെ നിൽക്കുവാൻ പോകുക. ആശുപത്രിയിൽ ഡോക്ടർമാരുടെ മുമ്പിൽ നിനക്കൊപ്പമുള്ള, നീ അറിയുന്ന നിന്റെ കഷ്ടതയും വേദനയും നിലവിളിയും കേട്ട രോഗികളുടെ മുൻപിൽ എൻ്റെ കർത്താവ് നിന്നെ സൗഖ്യത്തോടെ തല നിവർത്തി നിർത്തുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പലരും ഒഴിവാക്കപ്പെട്ടത് പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ട് അല്ലേ? അവിടെ നിനക്ക് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ വെറുതെ പ്രാർത്ഥിച്ചതല്ല, നീ വെറുതെ ആരാധിച്ചതല്ല, നീ വെറുതെ സമയം കളഞ്ഞതല്ല എന്ന് സ്ഥാപിക്കും വിധത്തിൽ തെളിവുകളോടെ, അത്ഭുതങ്ങളോടെ, അടയാള പ്രവൃത്തിയോടെ നിന്നെ എൻ്റെ കർത്താവ് കൊണ്ട് നിർത്തി മാനിക്കുവാൻ. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേ. സ്തോത്രം. പ്രാർത്ഥന മുഖാന്തരം ഒഴിവാക്കപ്പെട്ടവർ, വിശ്വാസ ജീവിതം മുഖാന്തരം ത്യജിക്കപ്പെട്ടവർ, പ്രിയപ്പെട്ടവർക്ക് വേണ്ടാതായവർ, മക്കൾക്ക്, ഭർത്താവിന്, ഭാര്യയ്ക്ക്, ബന്ധുക്കൾക്ക് വേണ്ടാതായവർ, അവരെ തിരികെ കൊണ്ടു നിർത്തി കർത്താവ് തല ഉയർത്തിപ്പിക്കുക. യേശുപ്പൻ നിങ്ങളുടെ കരം പിടിച്ച് കൊണ്ടുപോകുക. അവൻ യേശുവിൻ നാമത്തിൽ ആ കരത്തിൻ്റെ പരിപാലന സുഖം ഞാൻ അനുഭവിച്ചതാ. സ്തോത്രം. നിങ്ങളത് അനുഭവിക്കുവാൻ പോകുക. ആമേൻ. എവിടെയാണോ നിങ്ങളെ ഭയപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ആ ഓർമ്മയുള്ളത്, അവിടേക്ക് നിങ്ങൾക്കൊരു മടങ്ങിപ്പോക്കുണ്ട്. അത്ഭുതങ്ങളോടെ, അടയാളങ്ങളോടെ യേശു നിങ്ങളെ അവിടെ കൊണ്ടു നിർത്തും. അതുകൊണ്ട് പത്രോസിനെ പോലെ നമുക്ക് വിളിച്ചു പറയാം, കല്ലെറി കൊള്ളേണ്ടി വന്നാലും ഞാൻ യേശുവിനൊപ്പം പോകും. ആമേൻ. എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഞാൻ യേശുവിനൊപ്പം തന്നെ നടക്കും. ഒപ്പം നടക്കുവാൻ തയ്യാറാണോ?
അവൻ കൊണ്ടുചെന്ന് നിർത്തും, അഭിമാനത്തോടെ തല ഉയർത്തി തന്നെ. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിലേക്ക് ഒത്തിരി പേരെ കൂട്ടി വരുത്തുക. അതുപോലെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും. ധൈര്യമായിരിക്കെ, ഞങ്ങൾ കൂടെയുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എത്തേണ്ട സ്ഥാനത്ത്, നിർത്തേണ്ടിടത്ത് കർത്താവ് നിങ്ങളെ കൊണ്ടുചെന്ന് നിർത്തും. അതിന് തക്കവണ്ണം ശക്തി പകരപ്പെടുവാൻ എല്ലാ മാസങ്ങളുടെയും അവസാന ദിവസങ്ങളിൽ പ്രൈസർ ഫാമിലി ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കുന്നു. നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിന് പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഉപവസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? കോൺടാക്ട് ചെയ്യുക. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാനായി കഴിയും. അതുപോലെ നിങ്ങളൊരു ആലയത്തിൽ കടന്നു പോകുന്നില്ല എങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കടന്നു വരിക. എല്ലാ വെള്ളിയാഴ്ചയും 11 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. പ്രൈസർ ഫാമിലി ലൈവായി നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നേരിട്ട് കടന്നു വരിക, അല്ലെങ്കിൽ ജോയിൻ ചെയ്യുക. എന്നാൽ കണ്ടടച്ചോ, വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹിതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല പകൽക്കാലം അടിയുറപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, കല്ലറികൾ കൊണ്ട് കൂകി വിളികളുടെ മധ്യത്തിൽ എല്ലാം കവരപ്പെട്ടവരായി ഒഴിവാക്കപ്പെട്ട അതേ സ്ഥാനത്തേക്ക് ഇവരെ കരം പിടിച്ച് കൊണ്ടുപോയി നിർത്തി മാനിക്കുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവെ, ഇവരുടെ അത്ഭുതത്തിൻ്റെയും ദൈവപ്രവൃത്തിയുടെയും ദിവസമായി മാറുന്ന കൃപയ്ക്കായി ഇവരിൽ രോഗികളായവർക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. യേശോപ്പാ, ഇവരിലെ രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ. രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. രോഗമുള്ള ഭാഗങ്ങൾ കരങ്ങളെ വെച്ച് യേശുവേ, ഇവരെ അങ്ങ് സൗഖ്യമാക്കുന്ന കൃപയ്ക്ക് ആ രോഗബന്ധനം അഴിയട്ടെ. ആ രോഗാത്മാക്കൾ വിട്ടുപോകട്ടെ. എല്ലാ ഡിപ്രഷനുകളും ഉറക്കമില്ലായ്മകളും മാറിപ്പോകട്ടെ. പാരമ്പര്യ രോഗങ്ങൾ മാറട്ടെ. ജന്മനാലുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് നല്ല തൊഴിലുകളെ നൽകി ജോലി സാഹചര്യങ്ങൾ അനുകൂലമാക്കി എൻ്റെ ദൈവം അങ്ങ് മാനിക്കണമേ. തൊഴിലിടത്തിലെ ശത്രുവിനെയും അവൻ്റെ പദ്ധതികളെയും അങ്ങ് തകർക്കണമേ. വർഷങ്ങളായി ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് അങ്ങ് ജോലി നൽകണമേ. പുതിയ ജോലികൾ, പുതിയ സാഹചര്യങ്ങൾ, പുതിയ നന്മകൾ. യേശുവെ, എല്ലാ ബാധ്യതകളും മാറിപ്പോകട്ടെ. പലിശക്കടങ്ങൾ, ജപ്തി നോട്ടീസുകൾ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം ഇവരുടെ കരങ്ങളിൽ സമൃദ്ധിയും തുറക്കപ്പെട്ട വഴികളും മുൻപിൽ തെളിഞ്ഞു വരട്ടെ. അപ്പനങ്ങ് ഇവരോട് കൂടിയിരിക്കണമേ. എല്ലാ നന്മകളാലും ഇവരെ അങ്ങ് നിറച്ച് പരിപാലിക്കണമേ. ഇവരുടെ അത്ഭുതത്തിൻ്റെയും ദൈവപ്രവൃത്തിയുടെ ദിവസമായി മാറട്ടെ. തകർന്നുപോയ കുടുംബജീവിതങ്ങളെ പണിയണമേ. ഭാര്യമാരെ കൂട്ടിവരുത്തണമേ. ഭർത്താക്കന്മാരെ ചേർത്ത് പണിയണമേ. എല്ലാ സിവിൽ ക്രിമിനൽ കേസുകളും വിട്ടുമാറട്ടെ. കോടതികളിൽ നിന്ന് പുറത്തു വരട്ടെ. അവകാശങ്ങളെ കവർന്നെടുത്ത ശത്രുവിൻ്റെ പദ്ധതിയും തകർക്കപ്പെടട്ടെ. ഓടിക്കപ്പെട്ടിടത്തവർ മാനിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. അവരുടെ ഭാവി, പുതിയ തൊഴിലുകൾ, അഡ്മിഷനുകൾ നടക്കട്ടെ. വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. പുനർവിവാഹങ്ങൾ നടക്കട്ടെ. സ്വന്തം ഭവനങ്ങളിൽ ഇവർ പാർക്കട്ടെ. പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ. വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ. വിൽപ്പനകൾ നടക്കട്ടെ. വാങ്ങലുകൾ നടക്കട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ലോണുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ലോണുകൾ ലഭിക്കട്ടെ. പേപ്പറുകൾ സൈൻ വീഴട്ടെ. സ്തോത്രം. വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. വിദേശത്ത് കടന്നുപോയി നല്ല ജോലികളില്ലാതെ ഭാരപ്പെടുന്നവർ നല്ല ജോലികൾ ലഭിക്കട്ടെ. പഠനത്തിനായി കടന്നുപോയി പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ അവരുടെ സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. ഇവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. ആഗ്രഹിക്കുന്ന രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. പ്രാർത്ഥനാ ജീവിതങ്ങൾ, ആത്മീയ ജീവിതങ്ങൾ പണിതുയർത്തപ്പെടട്ടെ. ശുശ്രൂഷാ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിന് നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.